മീറ്റർ ബോക്സിൽ നിന്ന് എർത്ത് കോപ്പർ വയർ എർത്ത് പിറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ചുമരിൽ ആണി അടിച്ചുകൊണ്ട് കൊണ്ടുപോകണോ, അതായത് പ്ലാസ്റ്ററിന്റെ ഉള്ളിലൂടെ, അല്ലെങ്കിൽ കൺസീൽഡ് ആയിട്ട് കൊണ്ടുപോകണോ, ഏതാണ് നല്ലത്? ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന ചോദ്യമാണ്. ഇതിന് ഉത്തരത്തിലേക്ക് കടക്കുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങൾ ഒരു വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ പ്ലംബിംഗ് ഡിസൈൻസോ കൺസൾട്ടൻസിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. ആദ്യം തന്നെ സ്ട്രെയിറ്റ് ഉത്തരത്തിലേക്ക് പോകാം. എപ്പോഴും നമ്മൾ കൺസീൽഡ് ആയിട്ടുള്ള പൈപ്പിലൂടെ എർത്ത് കോപ്പർ വയർ താഴത്ത് കൊണ്ടുപോകണയാണ് നല്ലത്. പ്രധാനമായും സാധാരണക്കാരൻ ചിന്തിക്കും നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്ന വയറാണ്, അപ്പോൾ ചുമരിലൂടെ കൊണ്ടുപോകുമ്പോൾ കൂടുതൽ എർത്ത് കിട്ടുമല്ലോ എന്നുള്ള ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ ആൾക്കാർ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ഇത് തെറ്റായ ഒരു രീതിയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ഈ എർത്ത് വയർ കണക്ട് ചെയ്തിരിക്കുന്നത്, പ്രധാനമായി എർത്ത് കോപ്പർ വയർ പിറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു മെഷീനിൽ ബോഡിയിൽ നമുക്ക് ഫേസ് കയറി വരിക, അല്ലെ ലൈനായിട്ട് ടച്ച് വന്നു, അങ്ങനെ വരുമ്പോൾ നമുക്ക് ബോഡിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കൂടെ എർത്ത് പോകാതിരിക്കാൻ ഈ ബോഡി എർത്ത് ചെയ്യുന്നതിനാണ് ഈ എർത്ത് വയർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആയിരിക്കും ഈ എർത്തിലൂടെ പോകുന്നത്. ഇത്തരം ഹൈ കറണ്ട് പോകുമ്പോൾ നമ്മൾ ചുമരിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസിഡൻസ് നമ്മൾ ആ ചുമര് തൊട്ട് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, അവിടെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ വേറെ തുണിയോ മറ്റുമുള്ള സാധനങ്ങൾ, അത് ചെറിയ രീതിയിൽ തീ പിടിക്കാൻ, ഇപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് കോണ്ടാക്ട് വരുന്നതെന്ന്. അപ്പോൾ അങ്ങനത്തരം ഇങ്ങനത്തരം ഒരു ഷോർട്ട് സർക്യൂട്ട് ഹെവി കറണ്ട് വരുമ്പോൾ അവിടെ തീ പിടിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് കൺസീൽഡ് ആയിട്ടുള്ള പൈപ്പിൽ ചെയ്ത് കൊണ്ടുപോകണതാണ് എപ്പോഴും നല്ലത്. ചില ഇലക്ട്രീഷ്യന്മാർ DBയിലേക്ക് ഇവിടുന്ന് എർത്ത് പിറ്റുന്ന സെപ്പറേറ്റ് എർത്ത് അടിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് എർത്ത് കൊടുക്കേണ്ടതെന്ന്. അതായത് നമ്മൾ എർത്ത് പിറ്റുന്ന എനർജി മീറ്റർ ബോക്സിലേക്കാണ് കൊടുക്കേണ്ടത്, അവിടുന്ന് കൺസീൽഡ് ആയിട്ടുള്ള പൈപ്പിലൂടെയാണ് DBയിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇത് നേക്കഡായിട്ട് അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്തരം ഫോൾട്ടുകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ചുമരിലൂടെ തന്നെ എങ്ങനെയും ഷോക്ക് വരാം. അവിടെ അടുത്ത് വേറെ ഏതെങ്കിലും എക്യുപ്മെൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലഗ് പോയിന്റോ ഉണ്ടെങ്കിൽ അതുവഴി വേറെ ഷോക്കോ മറ്റോ ആക്സിഡൻറ്റോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയവും മറ്റും ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഉത്തരം നേടാൻ ശ്രമിക്കുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇത് മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.